ആദ്യം നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എക്സ്പാട്രി ബാങ്കിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. വൺസ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതായി കാണുന്ന പോലെ പുതിയൊരു പേജ് ഓപ്പണായി വരും. ഇത് എക്സ്പാട്രി ബാങ്കിൻ്റെ പേജാണ്. ഈ പേജിനകത്ത് കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം വലതുവശത്ത് മുകളിലായിട്ട് കാണുന്ന ഗെറ്റ് എ ബ്ലോക്ക് അക്കൗണ്ട് എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലത്തെ പുതിയൊരു പേജ് ഓപ്പണായി വരും. അതിനകത്ത് നമുക്ക് ആദ്യം ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജർമ്മനിയിൽ പോകുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ചിലർ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്നവരുണ്ടാവും, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരവർക്ക് വേണ്ടാത്ത രീതിയിലുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക. ഞാനിവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് മാസ്റ്റർ എന്നുള്ള കാറ്റഗറി ചൂസ് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ജർമ്മനിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് എത്ര വയസ്സുണ്ടെന്നും, രണ്ടാമത് നമുക്ക് കുട്ടികളുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ എത്തുന്ന സമയത്ത് ഇപ്പം എത്ര വയസ്സാണ്, നമുക്ക് 20, 25, 30 എത്രയാണോ വയസ്സുള്ളത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കുട്ടികളുണ്ടെന്നുള്ളവർ യെസ് കൊടുത്തിട്ട് അതിൻ്റെ ഫർദർ കുട്ടികളുടെ വിവരങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളും അവരോട് കാണിച്ചു തരികയാണ്. ബ്ലോക്ക് എമൗണ്ട് പെർ മന്ത് 934 യൂറോയാണ്. അങ്ങനെ 934 യൂറോ വെച്ചിട്ട് നമ്മൾ 12 മാസത്തേക്ക് ബ്ലോക്ക് ചെയ്യുന്ന എമൗണ്ടാണ്. അങ്ങനെ നമ്മൾ 12 മാസത്തേക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്ന നമ്മുടെ ടോട്ടൽ എമൗണ്ട് 11,208 യൂറോയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത്. ശേഷം അവരുടെ അക്കൗണ്ട് ബഫർ, ഇനീഷ്യൽ സെറ്റപ്പ് ഫീ, സർവീസ് ഫീ ഇതൊക്കെ അവർ ഈടാക്കിയതിന് ശേഷം നമ്മൾ ബ്ലോക്ക് അക്കൗണ്ടിലേക്ക് അയക്കേണ്ട എമൗണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പാട്രി ബാങ്കിലേക്ക് അയക്കേണ്ട എമൗണ്ട് 11,437 യൂറോയാണ്. അതായത് 11,437 യൂറോയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിനകത്ത് അവരുടെ ഭാഗമായിട്ട് നമുക്കൊരു ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. 69 യൂറോയാണ് അവർ ക്യാഷ് ബാക്ക് തരുന്നത്. അപ്പോൾ ക്യാഷ് ബാക്കും കുറച്ചിട്ട് നമ്മൾ ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 11,368 യൂറോയാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡൗട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. എക്സ്പാട്രി ബാങ്കുമായിട്ട് നമുക്ക് അവരോട് ചാറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ക്ലാരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജ് ഇതുപോലെ കാണുന്ന പോലെ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. ഏറ്റവും താഴേക്ക് വരിക. ശേഷം നമ്മൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ടാബ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതായത് അവരുടെ പ്രൊമോഷണൽ മെറ്റീരിയൽസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. വേണ്ടെന്നുള്ളവർക്ക് അത് ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഞാൻ അഗ്രി ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ പുതിയതായിട്ടൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ പേജിനകത്ത് മെയിനായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും തെറ്റ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ആദ്യം തന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാം. ശേഷം ഫസ്റ്റ് നെയിമിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് നെയിം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഐ ഡോണ്ട് ഹാവ് ഫസ്റ്റ് നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് നെയിം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ലാസ്റ്റ് നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം കൺട്രി കോഡ്, നമ്മുടെ കൺട്രിയുടെ കോഡ്, ഇന്ത്യയിലുള്ള ആൾക്കാർ +91 എന്നുള്ള കൺട്രി കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക, കൺട്രി ഓഫ് ബർത്ത് കൊടുക്കുക, നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം മെയിൽ അഡ്രസ്സാണ്. അത് കറക്റ്റായിട്ടുള്ള ഒരു കാരണവശാലും നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആക്ടിവേഷൻ മെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആ മെയിലിലേക്കായിരിക്കും പോവുക. പിന്നീട് നമുക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അടുത്തൊരു ചോദ്യം അവർ നമ്മളോട് ചോദിക്കുന്നത്, ഡു യു ഹാവ് ഇൻവിറ്റേഷൻ കോഡ്? യെസ്, നമുക്കൊരു ഇൻവിറ്റേഷൻ കോഡ് ഉണ്ട്. നിങ്ങൾ ഈ ലിങ്ക് ഓൾറെഡി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മേരിലാൻഡ് എന്നുള്ള ഇൻവിറ്റേഷൻ കോഡ് അതിൽ എൻ്റർഡ് ആയിരിക്കും. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ MARYLAND എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്പാട്രി തരുന്നതായിരിക്കും. ശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ചോദ്യം, ഡു യു ഓൾറെഡി ഹാവ് എ ജർമ്മൻ അഡ്രസ്? നമുക്ക് ജർമ്മനിയിൽ അഡ്രസ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനിയിൽ അഡ്രസ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ യെസ് സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോ സെലക്ട് ചെയ്യുക. എനിക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അഡീഷണലി നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ പാസ്പോർട്ടിലുള്ള അതേ അഡ്രസ്സ്, മറ്റുള്ള അഡ്രസ്സുകൾ എൻ്റർ ചെയ്യരുത്. നമ്മുടെ പാസ്പോർട്ടിലുള്ള അതേ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പുതിയൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, വിച്ച് യൂണിവേഴ്സിറ്റി ആർ യു വിസിറ്റിംഗ് ഇൻ ജർമ്മനി? ജർമ്മനിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മുടെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നത് ആ കോളേജ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബെർലിൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ഇന്നോവേഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ബെർലിൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ള ചൂസ് ചെയ്യുന്നു. ഇനി സപ്പോസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യാം. മൈ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ലിസ്റ്റഡ്. അപ്പോൾ നമുക്ക് മാനുവലി അത് എൻ്റർ ചെയ്യാൻ പറ്റും.
അടുത്ത ചോദ്യം, വേർ ഈസ് യുവർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നുള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഇപ്പം ബെർലിൻ ആണെങ്കിൽ ബെർലിൻ, ബ്യൂണിക്ക് ആണെങ്കിൽ ബ്യൂണിക്ക്, അല്ലെങ്കിൽ ഹാംബൂർഗ് ആണെങ്കിൽ അങ്ങനെ എവിടെയാണോ വരുന്നത് അതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കുക. ശേഷം വാട്ട് ഈസ് യുവർ മേജർ, നമ്മുടെ മേജർ സബ്ജക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് യുവർ എസ്റ്റിമേറ്റഡ് അറൈവൽ ഡേറ്റ് ഇൻ ജർമ്മനി, നമ്മൾ എന്നാണ് ജർമ്മനിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പം എന്നാണ് ജർമ്മനിയിൽ എത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ എന്നാണോ വിസ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് അന്ന് മുതൽ 30 ദിവസമെങ്കിലും എടുക്കും നമ്മുടെ വിസ വരാൻ വേണ്ടിയിട്ട്. ശേഷമുള്ള ഡേറ്റ് ആയിരിക്കണം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്റർ തന്നതിനകത്ത് നമുക്ക് എഴുതിയിട്ടുണ്ടാവും നമ്മൾ എന്നാണ് ജർമ്മനിയിൽ എത്തണം എന്നുള്ളത്. ആ രേഖകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേജിൽ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി വന്നിട്ടുണ്ടാകും. ഇവിടെ ആദ്യത്തെ ചോദ്യം നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട്, നമ്മുടെ ഫണ്ട് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ബ്ലോക്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വർക്ക് സാലറി എന്നുള്ള കാറ്റഗറിയാണ് എൻ്റെത് വരുന്നതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടേത് വരുന്നത് അത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ US പേഴ്സൺ എന്നാണ്. ഞാൻ US പേഴ്സൺ അല്ല, ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതുകൊണ്ട് ഞാൻ നോ സെലക്ട് ചെയ്യുന്നു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ഞാൻ ഇന്ത്യ ചൂസ് ചെയ്യുന്നു. എനിക്ക് ടാക്സ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടാക്സ് നമ്പർ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേജിലാണ് നമ്മുടെ പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലിരിക്കുന്ന പാസ്പോർട്ട് കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന പോലെ തന്നെ വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു കാരണവശാലും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ വേറെ പൊസിഷനിലാണ് നമ്മുടെ പാസ്പോർട്ട് കോപ്പി ഇരിക്കുന്നതെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ശേഷം അപ്ലോഡ് ചെയ്യാം. വൺസ് അപ്ലോഡ് സക്സസ് ആയതിനു ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി, പാസ്പോർട്ട് ഇഷ്യൂർ, ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിലാണ് എക്സ്പോർട്ടറി ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. എല്ലാം വായിച്ച് നോക്കുക. ശേഷം ടിക്ക് മാർക്ക് ചെയ്യുക. വൺസ് എല്ലാം ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ആയെന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്യാം. നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻബോക്സിൽ 2 മെയിൽ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ മെയിൽ ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ മെയിലിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് താങ്ക് യു ഫോർ കൺഫേമിങ് യുവർ ഇമെയിൽ എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ശേഷം നമ്മൾ രണ്ടാമത്തെ മെയിൽ ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ വന്നു. അവിടെ നമ്മുടെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എക്സ്പോർട്ടറി ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതേ പാസ്വേഡ് നിങ്ങളുടെ റിപ്പീറ്റേഷൻ കൊടുക്കുക. താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ പാസ്വേഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺസ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കാൻ. ശേഷം ഗോ ടു ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ലോഗിൻ ചെയ്യാനുള്ളൊരു പേജ് ഓപ്പണായി വന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ എക്സ്പോർട്ടറി ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടറി ബാങ്കിൻ്റെ പേജ് നമുക്ക് ഓപ്പണായി വരും. ഇതാണ് നമ്മുടെ എക്സ്പോർട്ടറി ബാങ്കിൻ്റെ അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടാവും. അത് വായിച്ച് നോക്കുക. വൺസ് അത് വായിച്ച് നോക്കിയതിന് ശേഷം അത് ക്ലിയർ ചെയ്യുക. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ടേക്ക് എ ടൂർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ സ്റ്റെപ്പായിട്ട് അവർ പിന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ശേഷം നമ്മൾ ബ്ലോക്ക് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് ഓപ്പണായി വരും. ഈ പേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ഇൻ റിവ്യൂവിലാണ്. നമ്മൾ കൊടുത്ത പാസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ കൊടുത്ത ഡേറ്റേൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് അവരുടെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ കംപ്ലീഷൻ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഫണ്ട് അയക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടറി ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ മെയിലിലേക്ക് പോകാൻ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വൺസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു മെയിൽ കാണും. യുവർ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പണിംഗ് കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെയിൽ ഓപ്പൺ ആക്കുക. ഈ മെയിൽ നമ്മൾ ഓപ്പൺ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന്. ശേഷം നമ്മൾ എക്സ്പോർട്ടറി ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അത് ലോഗിൻ ചെയ്യുക. ബ്ലോക്ക് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇൻ റിവ്യൂ എന്ന് കാണിച്ചെടുത്ത് നമുക്കിപ്പോൾ സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫണ്ട് അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മൈ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൽ €0 ആണുള്ളത്. നമ്മളിതുവരെ ഫണ്ടൊന്നും അയച്ചിട്ടില്ല. നമ്മുടെ അയക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് വലതുവശത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അണ്ടറിലുള്ള ഇനീഷ്യേറ്റ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വൺസ് നമ്മൾ ഇനീഷ്യേറ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിൽ നിന്നാണ് അയക്കുന്നവരെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. ശേഷം ഐ ഹിയർ ബൈ കൺഫേം എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. പുതിയൊരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ എത്ര €, ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. ഒന്നും കൂടി നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ പുതിയൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാം. പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ ചൂസ് ചെയ്യുക.
വൺസ് ഇൻ്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പുതിയൊരു പേജിലായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വായിച്ച് നോക്കുക. ബോക്സ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഇനീഷ്യേഷൻ കംപ്ലീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗോ ടു മൈ പേയ്മെൻറ്റ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പേജിലേക്ക് നമ്മൾ തിരിച്ചു വരും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ അതിലുണ്ട്. നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ എമൗണ്ട് അയക്കണം എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ക്യാൻസൽ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ 2 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഓപ്പണിംഗ് കൺഫർമേഷൻ, നമ്മൾ ഏത് ബാങ്കിലേക്കാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. രണ്ടാമത് ട്രാൻസ്ഫർ പ്രൂഫാണ്. നമ്മൾ വൺസ് ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഓപ്പണിംഗ് കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് നമ്മുടെ പേര്, കാര്യങ്ങൾ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബാങ്കിലേക്കാണ് ഫണ്ട് അയക്കേണ്ടത്, ബാങ്കിൻ്റെ പേര്, ബാങ്കിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, റെഫറൻസ് ടെക്സ്റ്റ് മാൻഡേറ്ററി ആയിട്ട് മെൻഷൻ ചെയ്യാൻ ബാങ്കിനോട് പറയണം. എങ്കിൽ മാത്രമാണ് അവിടെ റിഫ്ലക്റ്റ് ആയെങ്കിൽ ആരാണ് അയച്ചതെന്നുള്ള കാര്യം എക്സ്പാട്രിയേറ്റ് ബാങ്കിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വൺസ് നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ നിന്ന് ഇനീഷ്യേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന TT കോപ്പി അല്ലെങ്കിൽ സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് കൺഫർമേഷൻ നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും.